തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് തിരിച്ചുപിടിച്ച UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് എല്ലാവരും നൽകിയ പിന്തുണയാണ് തന്റെ വിജയത്തിന് കാരണമെന്ന് വൈഷ്ണ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മുട്ടടയിൽ ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ്. LDF കോട്ട തകർത്തിരിക്കുകയാണ്. അതെ, കാരണം 25 വർഷങ്ങളായിട്ടുള്ള LDFന്റെ സീറ്റായിരുന്നു മുട്ടട. അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്രയും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയ ഒന്നുമല്ല. കാരണം എല്ലാവരും ഒന്നടങ്കം UDFലെ എല്ലാ സഹപ്രവർത്തകരും ഒന്നടങ്കം ഇറങ്ങുന്ന വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ്. ലീഡർഷിപ്പ് നമുക്ക് തന്നൊരു സപ്പോർട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആയാലും കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആയാലും നമുക്ക് തന്നൊരു സപ്പോർട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ്സ്, അതായത് ശ്രീ ജോർജ് പൂന്തോട്ടം സാറും അഡ്വക്കേറ്റ് മൃദുൽ ജോണും നമുക്ക് തന്ന സപ്പോർട്ടുണ്ട്. KBC ഇലക്ഷൻ ഇൻചാർജ് ശ്രീ റഹ്മാൻ സാർ നമുക്ക് തന്ന സപ്പോർട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സാധാരണക്കാരുൾപ്പെടെ വരുന്ന ഒരു കൂട്ടം ആളുകൾ, മനുഷ്യന്മാർ നമുക്ക് ചെയ്ത സപ്പോർട്ടും നമുക്ക് തന്ന പിന്തുണയുടെയും റിസൾട്ടിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇങ്ങനൊരു റിസൾട്ട് നമുക്ക് വരുന്നതും. തികച്ചും സന്തോഷവും അഭിമാനവും ഉണ്ട്. ഇതിപ്പോൾ ആദ്യ വിജയമല്ല, വോട്ട് ഇടുന്നതിന് വേണ്ടി ഒരു പോരാട്ടം നടത്തി വിജയിച്ചതാണ്. അല്ല, അന്നും ഞാനിതൊക്കെ തന്നെയാണ് പറഞ്ഞത്. കാരണം നമുക്ക് അന്നും ഇന്നും നമ്മളുടെ കൂടെ നിൽക്കുന്നത് ഒരേ ആൾക്കാർ തന്നെയാണ്. ആരും നമ്മളെ വഴിയിൽ വെച്ച് നമ്മളെ തളർത്തി പോവുകയൊന്നും ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു എൻഡ് വരെയും, അതായത് ഈ ഒരു റിസൾട്ട് വരെയും നമ്മളോടൊപ്പം എല്ലാവരും ഒരാൾ പോലും മാറി നിൽക്കാതെ എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടായാണ് ഇന്ന് ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള സന്തോഷം എനിക്ക് അത്രയും നല്ല രീതിക്ക് തന്നെയുണ്ട്. മുട്ടടയിൽ LDF സ്ഥാനാർത്ഥിക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മാറിയിരിക്കുകയാണ് മുട്ടട. അല്ല, അത് അവരോട് തന്നെ ചോദിക്കണം. കാരണം അവരുടെ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവുമല്ലോ. അതൊക്കെ അവരോട് തന്നെ ചോദിക്കുക. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വോട്ടുകൾ നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് തികച്ചും ജനാധിപത്യത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. വോട്ടുകൾ ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് അത്രയും വിഷമത്തോടുകൂടി മടങ്ങേണ്ടി വന്ന ഒരുപാട് സാധാരണക്കാർ ഇന്നും മുട്ടടയിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇരുന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. അപ്പോൾ അത് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അത് തികച്ചും രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ വ്യക്തിപരമായി ഒന്നും ആരുടെയും വോട്ടുകൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക. കാരണം നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനുമുള്ള മൗലിക അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. ബാക്കി ജയിക്കാത്തതൊക്കെ രണ്ടാമത് വരുന്ന കാര്യമാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഏതൊരു ആളുടെയും വ്യക്തിപരമായിട്ടുള്ളൊരു അവകാശമാണ്. അത് നിഷേധിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് നിഷേധിക്കാൻ പാടില്ലാത്തതുമാണ്. ആശംസകൾ. തന്റെ വിജയം അത് ജനാധിപത്യത്തിന്റെ വിജയമാണ് എന്നുള്ളതാണ് വൈഷ്ണ സുരേഷ് പറയുന്നത്. എന്തായാലും വലിയ വിവാദമാവുകയും പിന്നീട് ഒരു സ്റ്റാർ വാർഡായിട്ട് മാറുകയും ചെയ്തതാണ് മുട്ടട. LDFന്റെ കോട്ടയായിരുന്നു മുട്ടട. അതാണിപ്പോൾ KSUകാരിയായിട്ടുള്ള വൈഷ്ണ സുരേഷ് പൊളിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.